ഇനിയൊരു മുച്ചക്ര സൈക്കിളിന്റെ വിശേഷമാണ്. വെറും മുച്ചക്ര സൈക്കിളല്ല, സോളാറിൽ പ്രവർത്തിക്കുന്ന മുച്ചക്ര സൈക്കിൾ. ഒറ്റ ചാർജിൽ 60 മുതൽ 72 കിലോമീറ്റർ വരെ ഈ സൈക്കിൾ ഓടും. മലപ്പുറം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ CK സലീമാണ് ഈ സൈക്കിളിന്റെ നിർമ്മാണ ശില്പി. ഗോകുൽ K വേണുഗോപാലും നമ്മുടെ മലപ്പുറം സംഘവും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ശേഷം സ്ക്രീനിൽ. രണ്ടായിരത്തി 2022 CK സലീം ഈ സൈക്കിൾ നിർമ്മിക്കുന്നത്. അന്നു മുതൽ ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി ഈ സൈക്കിളുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം സ്വിച്ച് ഇട്ടാൽ പായുന്ന ഒരു സൈക്കിൾ ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല. മാത്രമല്ല മുച്ചക്ര സൈക്കിൾ ഓടിച്ചിട്ടില്ല. നമുക്കൊന്ന് അവിടെ വരെ പോയിട്ട് ഈ സൈക്കിളൊന്ന് ഓടിച്ചു നോക്കാം. ഇത് പൂർണ്ണമായും സോളാറിലാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ പകലാണെങ്കിൽ സൂര്യപ്രകാശം ഉണ്ടാവും. അപ്പോൾ ഫുൾ ചാർജിലാണെങ്കിൽ പകൽ 72 കിലോമീറ്റർ വരെ ഓടാം. പരമാവധി 35 കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നിർത്തുക ചെയ്യുക. ഒരു സൈക്കിളല്ലേ, അത്ര ഓടിയിട്ടുണ്ട്. തിയറി പ്രകാരം, കാൽക്കുലേഷൻ പ്രകാരം ഇത് 60 കിലോമീറ്റർ രാത്രിയും 72 കിലോമീറ്റർ പകലും ഓടണം. ചിലവ് ഇതിന് ഏകദേശം 30,000 രൂപയോളം ചിലവായിട്ടുണ്ട്. അതിന് കാരണം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസാണ് ഞാൻ യൂസ് ചെയ്തത്. ലൂമിൻ്റെ സോളാറാണ്. ഈ സോളാർ പാനൽ ഒരെണ്ണത്തിന് അന്ന് ഏകദേശം 4,500 രൂപ ഉണ്ട്. ഇപ്പോൾ അതിലും കൂടും. പിന്നെ ബാറ്ററി സോളാറിൽ ചാർജ് ചെയ്തിട്ടാണ് ഓടുന്നത്. അപ്പോൾ ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ളത് ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. ലെഡ് ആസിഡ് ബാറ്ററി സാധാരണ ബൈക്കുകളിലും ലോറികളിലൊക്കെ കാണുന്നത് പോലെ ലെഡ് ആസിഡ് ബാറ്ററി വെച്ചാൽ ചിലവ് വീണ്ടും കുറയും. പക്ഷെ എത്ര എഫിഷ്യൻ്റ് ആയിരിക്കില്ല. അപ്പോൾ പുതിയ തരം ബാറ്ററി, നല്ല സോളാറ്, മോണോപ്പർക്ക് സോളാറാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് 30,000 രൂപ ഇതിന് ചിലവ് വന്നിട്ടുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്നുള്ള തസ്തികയിൽ വർക്ക് ചെയ്യുകയാണ്. ടെക്നിക്കലാണ് നമ്മൾ മേഖല. രണ്ടാം കോവിഡ് തരംഗകാലം ഉണ്ടല്ലോ, അപ്പോൾ ക്ലാസ്സിൽ പോകാൻ പറ്റാതെ, ജോലിക്കൊന്നും പോകാൻ പറ്റാതെ, പുറത്തിറങ്ങാൻ പറ്റാതെ നിൽക്കുന്ന സമയത്ത്, വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു ആശയമാണ്. ഞാൻ പിന്നെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ വലിയ രീതിയിൽ ഉണ്ടാക്കണം എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. ബൈക്കിൻ്റെ ടയറൊക്കെ ഉപയോഗിച്ചിട്ട് സോളാറിൽ ഓടണം. അതായിരുന്നു ആദ്യത്തെ ഉദ്ദേശം, സോളാറിൽ ഓടണം. അപ്പോൾ ബൈക്കിൻ്റെ ടയറുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടാക്കി കഴിഞ്ഞാൽ സോളാറിൽ ഓടും, റോട്ടിലാണല്ലോ ഓടുക. അപ്പോൾ അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിച്ചപ്പോൾ നമുക്ക് അത്ര വലിയ വണ്ടി റോട്ടിലിറക്കാൻ നിയമ തടസ്സമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു സൈക്കിൾ രൂപത്തിലായ കുഴപ്പമില്ല. ഇലക്ട്രിക് മോട്ടോറാണ് ഉപയോഗിക്കുക. 250 വാട്ടിൽ കൂടിയ മോട്ടോറോ 25 കിലോമീറ്റർ പെർ ഹവറിൽ കൂടിയ വേഗതയുള്ള വണ്ടിയോ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടി രജിസ്റ്റർ ചെയ്ത് നിയമപരമായിട്ട് റൂട്ടിലിറക്കാൻ പറ്റുള്ളൂ. മൂന്ന് ചക്രമല്ലേ, വളരെ നിസ്സാരമായിരിക്കും ഓടിക്കാനെന്ന് കരുതിയാണ് ഇതിൻ്റെ മുകളിൽ കയറിയത്. ഇതിൻ്റെ മുകളിൽ കയറി ഒരു ഇൻട്രോ എടുത്തതിന് ശേഷം ഇതിൻ്റെ കഥയിലേക്ക് കടക്കാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെയല്ല. ഇത് ഓടിക്കണമെങ്കിൽ ട്രൈസൈക്കിൾ ബാലൻസ് വേണം. നമ്മൾ ബൈക്കൊക്കെ ഓടിച്ച്, സൈക്കിൾ ഓടിച്ച് നല്ല ശീലമുണ്ട്, നേരത്തെ തന്നെ ഓടിക്കുന്നതാണ്. പക്ഷേ അത് ഓടിക്കുന്നുണ്ടായിട്ട് പോലും ഈ സൈക്കിൾ ഇത് ഓടിക്കാൻ വളരെ പ്രയാസമായിരുന്നു. ഒരു 10-15 മിനിറ്റ് പണിപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഇന്ന് ഓടിക്കാൻ ശ്രമിക്കുന്നത്. നോക്കാം, അനുഭവം പറയാം. ഇത് ബോഡി ബെൻഡാവുന്നുണ്ട്. കാരണം നമ്മൾ ബൈക്കിലിരിക്കുന്നത് പോലെ ഒരു തോന്നലാണ്. ഒരു പക്ഷേ കാല് കുത്താനൊക്കെ തോന്നും. അതൊക്കെ മാറ്റിയെടുത്തതാണ്. ഒരു 15 മിനിറ്റോളം നമ്മൾ പണിപ്പെട്ടു. നല്ല സുഖമുണ്ട് കേട്ടോ, ഓടിക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. ഇതാ ഇത് വളഞ്ഞു പോകുന്നത് ഞാൻ ബൈക്കിലിരിക്കുന്നു എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടാണ്. ഇതിൻ്റെ തകരാറുകൾ എന്ന് പറഞ്ഞാൽ വലിയ കയറ്റങ്ങൾ കയറില്ല. സാധാരണ ഒരു സൈക്കിൾ ചവിട്ടി കയറ്റുന്ന, ഗിയറില്ലാത്തൊരു സൈക്കിൾ ചവിട്ടി കയറ്റുന്ന ഒരു കയറ്റം നമ്മളെ മനസ്സിലുണ്ടാവുമല്ലോ, ആ ഒരു കയറ്റമേ കയറുള്ളൂ.
അതിലും കൂടിയ കയറ്റമുള്ള ഏത് കയറ്റവും കയറാവുന്ന വണ്ടി നമുക്ക് ഉണ്ടാക്കാം. അതിന് ഈ മോട്ടോർ മാറ്റിയിട്ട് 250 വാട്ടിലും കൂടിയ പവറുള്ള മോട്ടോർ ഉപയോഗിക്കണം. അത് ഉപയോഗിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ നിയമ തടസ്സമുണ്ട്. എൻ്റെ അടുത്ത് പലരും ചോദിക്കും ഇതുപോലെ ഉണ്ടാക്കി തരുമോ. അപ്പോൾ നമ്മളൊരു കസ്റ്റമർക്ക് ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അയാൾ തൃപ്തനായിരിക്കണമല്ലോ. അയാൾ വീട്ടിലേക്ക് ഒരു കയറ്റുണ്ടെങ്കിൽ അത് കയറണം. അത് കയറണമെങ്കിൽ നമ്മൾ മോട്ടോറിൻ്റെ പവർ കൂട്ടണം. പവർ കൂട്ടിയാൽ നിയമ തടസ്സം. അതുകൊണ്ട് മറ്റൊരാൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. കുട്ടികൾക്ക് പ്രൊജക്റ്റ് ചെയ്യാനും അതിനും ഇതൊക്കെ ഇതിൻ്റെ എല്ലാ സാങ്കേതിക വശങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് മാത്രം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.